മറ്റേ മുഖ്യമന്ത്രി നമ്മുടെ അടുത്ത് പോലും വരുന്നില്ലല്ലോ. ഭയം കൊണ്ട് നടക്കുക. അദ്ദേഹത്തിൻ്റെ അറിവിൽ പോലും ആരും അടുക്കത്തില്ല. ഭയമാണ്. ജനസമ്പർക്കമാണെങ്കിലും പുള്ളി ജനങ്ങളുടെയൊക്കെ ഇടയിൽ ചെന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ല ബസ് യാത്ര ചെയ്തിട്ടല്ല. ഇപ്പോൾ ഇവരെന്തോ ഒരു വല്ലാത്ത കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾക്ക് ദാരിദ്ര്യം മാത്രമല്ലേ, പെൻഷനില്ല, റേഷനില്ല, വെള്ളമില്ല, കറണ്ടില്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയിലല്ലേ ഇപ്പോൾ ജനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പുള്ളി വച്ചപ്പോൾ ഇത്രയും എസ്കോട്ടും ഇതൊന്നും ഉണ്ടായിട്ടില്ല. വളരെ പ്രതീക്ഷയോടെയാണ് ആൾക്കാർ LDF വരും എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് തന്നെയാണ് ഇത് അധികാരത്തിലേറ്റിയത്. പക്ഷേ ഒന്നും ശരിയായിട്ടുമില്ല, ഉള്ളതൊക്കെ താറുമാറാകുകയും ചെയ്തു. ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവരാണ് ഓരോ ജനനായകരും. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്കായി നിലകൊണ്ട് ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി നിൽക്കേണ്ടവരാണ് മുഖ്യമന്ത്രി. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനോ ഉമ്മൻചാണ്ടിയോ ഇവരിൽ ആരാണ് മികച്ച മുഖ്യമന്ത്രി? ജനങ്ങൾ പറയട്ടെ. മുഖ്യമന്ത്രി പിണറായി വിജയനാണോ ഉമ്മൻചാണ്ടിയാണോ മികച്ച മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടി തന്നെ, ഒരു സംശയമില്ല. പുള്ളി വച്ചപ്പോൾ ഇത്രയും എസ്കോട്ടും ഇതൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ പിണറായി വിജയൻ കാണിക്കുന്നത്. പിന്നെ പുള്ളി തുടങ്ങി വെച്ച വികസനം തന്നെയാണ് ഇവര് വന്നപ്പോഴും വലുതാക്കി കാണിക്കണം. മെട്രോ ആയാലും മറ്റേ ഏതൊക്കെ തന്നെ. ഉമ്മൻചാണ്ടി ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾക്ക് ദാരിദ്ര്യമില്ലായിരുന്നു. ഇപ്പോൾ ജനങ്ങൾക്ക് ദാരിദ്ര്യം മാത്രമല്ലേ, പെൻഷനില്ല, റേഷനില്ല, വെള്ളമില്ല, കറണ്ടില്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയിലല്ലേ ഇപ്പോൾ ജനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുള്ളിയാണ് നല്ല ആള്. മുഖ്യമന്ത്രി പിണറായി വിജയനാണോ ഉമ്മൻചാണ്ടിയാണോ മികച്ച മുഖ്യമന്ത്രി? അത് ഉമ്മൻചാണ്ടി ആയിരുന്നു. അത് ജനങ്ങൾക്കൊപ്പം എന്നും എല്ലാ കാര്യങ്ങൾക്കും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അത്രമാത്രമേ ഉള്ളൂ, വേറെ ഇഷ്ടമായിരുന്നു. അത് തീർച്ചയായിട്ടും മാർക്ക് പറയുന്ന കാര്യമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിണറായി ചെയ്ത കാര്യങ്ങളും ഉമ്മൻചാണ്ടി ചെയ്ത കാര്യങ്ങളും ഇവിടെ പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുണ്ട്, അല്ലേ? ഉമ്മൻചാണ്ടി എത്രമാത്രം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിരുന്നു എന്നുള്ളതും അയാൾ എത്രമാത്രം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതും അയാൾ എത്ര ലളിതമായി ജീവിച്ചിരുന്ന ഒരാളാണെന്നുള്ളതും സ്വന്തം പാർട്ടിയുടെ ഭരണമികവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ എന്തൊക്കെ തന്നെ ചെയ്തിരുന്നു എന്നുള്ളതും ചെയ്തിരുന്നില്ല എന്നുള്ളതും വളരെ പ്രസക്തമാണ്. അതേപോലെ ഒരാൾക്ക് പാർട്ടി ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ടിൽ നിന്നോ സ്വന്തം പാർട്ടീനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം കാശ് ദൂർത്തടിക്കാൻ പറ്റുന്നുള്ളത് ഇന്നിപ്പോൾ ജനങ്ങൾ ശരിക്ക് വ്യക്തമായിട്ട് കാണുകയാണ്, അല്ലേ? ഉമ്മൻചാണ്ടിയാണോ അതോ പിണറായി ആണോ ഒരു മികച്ച മുഖ്യമന്ത്രി? ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷെ ഉമ്മൻചാണ്ടി നല്ല നേതാവായിരുന്നു, അത് പറയാതൊക്കെയാണ്. പിന്നെ ഇപ്പോഴത്തെ പിണറായി വിജയൻ്റെ കാഴ്ചപ്പാട് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതെന്താ ഇപ്പോൾ ഇവരെന്തോ ഒരു വല്ലാത്ത കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. നമ്മൾ ജനിച്ചപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഇപ്പോൾ ആ ചിന്ത മാറാൻ തുടങ്ങി. അത് ഉമ്മൻചാണ്ടി തന്നെയാണ് നല്ലൊരു. എനിക്ക് പേഴ്സണലി എനിക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇവരുടെ നിന്ന് എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഒരുപാട് എനിക്ക് ഒരു നല്ല സഹായം കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഉമ്മൻചാണ്ടിയാണ് ജനങ്ങളിലേക്ക്, അതിപ്പോൾ ജനസമ്പർക്കമാണെങ്കിലും പുള്ളി ജനങ്ങളുടെയൊക്കെ ഇടയിൽ ചെന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ല ബസ് യാത്ര ചെയ്തിട്ടല്ല. ഇതാണ് ഉമ്മൻചാണ്ടിയാണോ അതോ പിണറായി വിജയനാണോ മികച്ച മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടി ആ സംശയമില്ല. ഉമ്മൻചാണ്ടി ജനങ്ങൾക്ക് ജനങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വരാനുള്ള സാഹചര്യം ഉണ്ടായി. ജനങ്ങളൊക്കെ അടുത്ത് വന്ന് മറ്റേ മുഖ്യമന്ത്രി നമ്മുടെ അടുത്ത് പോലും വരുന്നില്ലല്ലോ. ഭയം കൊണ്ട് നടക്കുക. അദ്ദേഹത്തിൻ്റെ അറിവിൽ പോലും ആരും അടുക്കത്തില്ല. ഭയമാണ്. ഇത്രയും വണ്ടി, ഇത്രയും പിന്നെ പോലീസുകാരും എന്തിനാ പോലീസുകാരെ? ഭരണം വെച്ച് നോക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിയുടെ തന്നെ എനിക്ക് ഇച്ചിരി കൂടി ഭേദമെന്ന്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ദൂർത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഭരണം മൊത്തം. അത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഉമ്മൻചാണ്ടി സാറ് തന്നെയാണ്. കാരണം പിണറായി സാറ് കയറിയിട്ടും വലിയ മാറ്റങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. അതിപ്പം എല്ലാവരും ചോദിച്ചാൽ അത് തന്നെയായിരിക്കും ഉത്തരം. കാരണം വളരെ പ്രതീക്ഷയോടെയാണ് ആൾക്കാർ LDF വരും എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് തന്നെയാണ് ഇത് അധികാരത്തിലേറ്റിയത്. പക്ഷേ ഒന്നും ശരിയായിട്ടുമില്ല, ഉള്ളതൊക്കെ താറുമാറാകുകയും ചെയ്തു. അതായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ സത്യം പറഞ്ഞാൽ. കാരണം ഇപ്പം ഞാനും ഇപ്പോൾ PSC പഠിച്ച് എക്സാമൊക്കെ എഴുതുന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ നല്ലൊരു ജോലിയൊക്കെ വാങ്ങിക്കണം. പക്ഷേ അതിനും ആ മേഖലയിലും കുഴപ്പം. ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ ഈ അടുത്തുള്ള കുറേ ഇതൊക്കെ കാണുമ്പോൾ ഉമ്മൻചാണ്ടി ആയിരുന്നു മികച്ചതെന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ്? കാരണം ജനസമ്പർക്ക പരിപാടി ഇതൊക്കെ നടത്തിയതാണേലും ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഇതൊന്നും ചെയ്തതായിട്ട് തോന്നുന്നില്ല ഉമ്മൻചാണ്ടി. അപ്പം അങ്ങനെ നോക്കുമ്പം ഇപ്പം ആദ്യം പിണറായി വിജയൻ്റെ ഭരണം ആദ്യത്തേത് കുറച്ച് നല്ലതായിരുന്നു.
പക്ഷെ രണ്ടാമത് ഇപ്പോഴത്തെ ഒരു 5 വർഷം രണ്ടാമത് കയറിയപ്പം ആദ്യത്തെ വെച്ച് നോക്കുമ്പം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ഉമ്മൻചാണ്ടി. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ജനസമ്മതി തന്നെ അതിനും ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ. പിണറായി സർക്കാരിനെ കുറിച്ച് ഞാനിപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ജനങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണല്ലോ. സത്യത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി ആയിരുന്നു നല്ല ഇതിൽ. പിണറായി സർക്കാർ വന്നേ പിന്നെ ഇപ്പോൾ കുറേ നാളത്തേക്ക് കുഴപ്പമുണ്ടായില്ല. ഇപ്പോൾ ഓരോ അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തനം, ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഇതും കാണാനില്ല. അതാണിപ്പോൾ എനിക്കിപ്പോൾ അവ പറയാനുള്ളത്. നമ്മളിപ്പോൾ ആരുടെ പറഞ്ഞാലും ഒക്കെ ശരിയാണ്. അവർ ജയിച്ചാൽ അവരുടേതായ കാര്യങ്ങൾ, ജനങ്ങൾക്കിപ്പോൾ എന്തുട്ടാ ഒന്നുമില്ല. ഇപ്പം എല്ലാവരും ഇങ്ങനെ ഇറങ്ങിയാലേ, ഇപ്പം മറിയ ഇറങ്ങിയില്ലേ, പെൻഷനില്ല, ജീവിക്കാൻ ആൾക്കാർ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എല്ലാ കാര്യത്തിനും. ഒരു സാധനങ്ങൾ കിട്ടാനില്ല, റേഷൻ കടയിൽ നല്ല സാധനങ്ങൾ കിട്ടാനില്ല, സപ്ലൈക്ക് പോലും ഉണ്ടോ, ഉള്ളതൊക്കെ വില കൂടി. മേടിക്കാനൊന്നും അവിടെ ഉണ്ടോ, സാധനങ്ങളില്ല, ഒന്നുമില്ല.